എൻ്റെ പേര് ലൈജു മാർട്ടിൻ. ഞാൻ എറണാകുളത്ത് മരട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഈ കൊറോണ എനിക്ക് വളരെ സിവിയറായിട്ട് വന്നായിരുന്നു. കൊറോണ സീരിയസ് ആയി. അതിനുശേഷം എനിക്ക് ന്യൂമോണിയ വന്നതിന് ശേഷം ലങ്സ് പ്രശ്നമായി. അതിനു മുമ്പ് എനിക്ക് ലങ്സിന് ഒരു പ്രശ്നവും ഇല്ലാഞ്ഞ ഒരാളായിരുന്നു. അലർജിയൊന്നുമില്ല. പക്ഷേ പിന്നീട് തണുപ്പടിക്കുകയോ അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ത്രോട്ട് ലങ്സൊക്കെ ഇൻഫെക്ഷനായി ആൻറ്റിബയോട്ടിക് സ്ഥിരം. അങ്ങനെ ഹോസ്പിറ്റലിൽ 8 ദിവസം കിടന്നു. അന്ന് കഴിഞ്ഞിട്ടും മാറണില്ല. അപ്പം എനിക്ക് ഇലക്ട്രിക്കൽ വർക്കാണ്. അപ്പോൾ ഈ പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ മരുന്നും പിന്നീട് ഇൻഹീലറൊക്കെ അടിക്കാൻ തുടങ്ങി. ഇൻഹീലർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പോലും യാതൊരു ഫലവും ഇല്ല. ചില സമയങ്ങളിലൊക്കെ തിക്കായിട്ടുള്ള ചുമയും കാര്യങ്ങളും. അങ്ങനെ എനിക്കിനി വർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഞാൻ എഴുതി. അത്രയും ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫും മോനും കൂടി കഴിഞ്ഞ നവംബറിൽ ഇവിടെ റിട്രീറ്റിന് വന്ന്. അവർ താമസിച്ചുള്ള ധ്യാനത്തിന് അവർ വന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് ധ്യാനം കൂടുകയാണ്. ഞാനന്ന് ധ്യാനത്തിന് വരാൻ താല്പര്യമില്ലാഞ്ഞുകൊണ്ട് ഞാൻ വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. 2ാമത്തെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൊറോണ ബാധിച്ചിട്ട് ലങ്സിന് സിവിയറായ പ്രോബ്ലം ഉണ്ടായിട്ട് ലങ്സിന് ഭയങ്കര പ്രശ്നമുള്ള ഒരു വ്യക്തിനെ കർത്താവ് ഇങ്ങനെ തൊട്ട് സുഖപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി ഇവിടെ ധ്യാനത്തിനുണ്ടോ അതോ വീട്ടിലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കർത്താവ് ഇപ്പോൾ തുടർന്നായിട്ട് ഞാൻ കാണുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. വീട്ടിൽ കസേര എവിടെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്യണ പോലെ ഈ ലങ്സിന് ഈ സാധനം അങ്ങോട്ട് പോയി. ഞാൻ അറിഞ്ഞില്ല ഹീലിംഗ് ആണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അന്ന് വൈകുന്നേരം ഇൻഹീലർ അടിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. മരുന്ന് കഴിക്കേണ്ടി തോന്നിയില്ല. പിറ്റേ ദിവസവും തോന്നണില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴും ഞാനത് ശ്രദ്ധിക്കണത് എനിക്ക് പിന്നെ ലങ്സിന് പ്രശ്നമുണ്ട്. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവർ പറഞ്ഞ് ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് വൈഫ് പറയണത്. ഇങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി, ഇങ്ങനെ വീട്ടിലാണോ ധ്യാനത്തിനാണോ ഒരു വ്യക്തിയെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ലങ്സിനെ കർത്താവ് സുഖപ്പെടുന്നില്ല, ലങ്സ് ഡാമേജ് ആയിരുന്നു, കർത്താവ് തൊട്ട് സുഖപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇത് എനിക്ക് ഈ ഹീലിംഗ് ഇവിടെ വെച്ച് കിട്ടിയ ഡെലിവറൻസ് ആണെന്ന്. ഇത് ഇപ്പൊ ഈ ജനുവരിയിൽ അത് സംഭവിച്ചിട്ട് ഈ നവംബറിൽ അതിനുശേഷം ഉണ്ടല്ലോ, നവംബറിലാണ് അവർ വന്നത്. അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല. നന്ദി പറഞ്ഞ വലിയൊരു സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വലിയൊരു സൗഖ്യം. അപ്പം അച്ഛൻ ഞാൻ തൈക്കൊടുത്ത് ഞങ്ങളുടെ ഇടവകയിൽ കൺവെൻഷൻ അച്ഛൻ വന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് എൽറുഹയിൽ നേരിട്ട് വന്ന് നന്ദി പറയണമെന്ന്. ഞാൻ ഇതിന് ശേഷം ഒരു 80 ലിറ്റർ ഐസ് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്. ഐസ് എന്ന് വെച്ചാൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഐസ് ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് ഞാൻ വീട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഐസുമേന്ന് നോക്കിയാൽ മതി, അപ്പം എനിക്ക് ഇൻഫെക്ഷൻ വന്ന ആളായിരുന്നു. അതാണ് സൗഖ്യം കിട്ടിയത്. അങ്ങനെ വലിയൊരു സൗഖ്യം കിട്ടി. ഞാനതപ്പോൾ നേരിട്ട് ഇവിടെ വന്നതാണ് ഇതിന് സാക്ഷ്യം നൽകുന്നത്. ഞങ്ങൾ ഒരു സെൽ ഗ്രൂപ്പ് തന്നെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വന്നേക്കണേ ഞങ്ങൾ. അപ്പൊ പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്കും അച്ഛനും ഒക്കെ നന്ദി. ദൈവത്തിന് ശരിക്കും ശതാധിപന്റെ വൃത്തിന് കിട്ടിയ സൗഖ്യം പോലെയാണ് കേട്ടോ. കർത്താവ് അവിടുന്ന് പറയുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് സൗഖ്യം കിട്ടുകയാണ്. ഈ ഭാര്യയും മോനും ഇവിടെ വന്ന് ശക്തമായ പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതായിട്ട് ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈശോ പത്രോസിൻ്റെ വീട്ടിലേക്ക് ചെന്നു. പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് അങ്ങനെ കലശലായ പനി പിടിച്ച് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഈശോ വന്ന് കയറി ഉടനെ തന്നെ പനി വിട്ടുപോയി. കണ്ടോ, ഈശോ ഒന്ന് തൊട്ടപ്പോൾ പത്രോസ് ആവശ്യപ്പെട്ടൊന്നുമില്ല. അതിൻ്റെ അമ്മായിയമ്മയാണിത്, പനി പിടിച്ച് കിടക്കുകയാണ്, സൗഖ്യപ്പെടുത്തണം, അങ്ങനെയൊന്നും പറയേണ്ട വന്നില്ല. ഈശോ പത്രോസിൻ്റെ വീട്ടിൽ ചെന്നു. അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മേനെ തൊട്ടു. അപ്പോൾ പനി വിട്ടുപോയി. മനസ്സിലായോ? കാരണം എന്തുകൊണ്ടായിരിക്കും? പത്രോസ് എപ്പോഴും ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെയാണ്. കണ്ടോ, എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ പറയാതെ തന്നെ കർത്താവ് ഇടപെടുകയാണ്. അപ്പോൾ ആ അമ്മയും ഭാര്യയും മോനും ഇവിടെ വന്നു. അവർ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ആര് രക്ഷപ്പെടും? നീയും രക്ഷപ്പെടും. പ്ലസ് ആര് രക്ഷപ്പെടും? ധ്യാനത്തിന് വരാത്ത നിൻ്റെ വീട്ടുകാരും രക്ഷപ്പെടും. കണ്ടോ, അപ്പം അങ്ങനെ ഒരു അത്ഭുതമായി മാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. വലിയ സാക്ഷിയാണ് കേട്ടോ. പ്രൈസ്.